അലിബാഗ് ബീച്ച് കണ്ടിട്ടുണ്ടോ? മഹാരാഷ്ട്രയുടെ ഗോവ എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അലിബാഗ് ബീച്ച്. നമ്മളിവിടെ രാവിലെയും വൈകുന്നേരവും വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒന്ന് സൺറൈസ് കാണാനും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടും, പിന്നെ ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും ഒരു പ്രത്യേകത കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ കരയിലാണ് ഉള്ളത്. കരയിലല്ല എന്നുവെച്ചാൽ കയറിയിട്ട് കടലൊക്കെ നമുക്ക് നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ ഈവനിങ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നമുക്ക് കടലിൻ്റെ നടുവിലൂടെ നടക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഫുൾ വെള്ളം കയറിയിട്ടല്ലേ ഉള്ളത്. ഇനി ഇത് കണ്ടോ, ഇനി നമ്മൾ വൈകുന്നേരത്തെ ഒരു സീനാട്ടോ കാണിക്കുന്നത്. ഇത് കറുത്ത മണലും പിന്നെ ഇവിടെ ഒരു കൊളാബ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ ഭയങ്കരമായിട്ടുള്ള പ്രത്യേകത. ദേ രാവിലെ നമ്മൾ വന്ന സമയത്ത് കടലായിരുന്നു ഇവിടെ മുഴുവൻ, എന്നുവെച്ചാൽ വെള്ളവും തിരമാലയായിരുന്നു. ഇപ്പം നമ്മൾ ആ കടലിൻ്റെ നടുവിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കിലോമീറ്ററുകളോളം അങ്ങോട്ട് കടലില്ല കേട്ടോ, വലിഞ്ഞ് ബാക്കോട്ട് പോയിട്ടുണ്ട് വൈകുന്നേരത്തെ സമയമായപ്പം. കണ്ടോ, അവിടെയൊക്കെ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അവർ വാട്ടർ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പാരാസൈലിങ്, വേറെയും കുറേ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുന്നത് നമ്മൾ നേരത്തെ തീരുമാനിക്കാത്തതായതുകൊണ്ട് ഞാൻ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഷൂ ഒന്നും ഇട്ടിട്ട് പോകരുത്, പറ്റുമെങ്കിൽ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോകാൻ നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ സൺസെറ്റൊക്കെ ഭയങ്കര അടിപൊളിയെന്ന് നോക്കിയൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയാം. ഇത് കാണാൻ വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, അത്രയും അടിപൊളിയാണ്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ, കടൽ ജീവികളെയൊക്കെ. വിസിറ്റേഴ്സിന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്ടർ സ്പോർട്സ് മറ്റുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ബീച്ചിലുള്ള പോലെ തന്നെ നല്ല ലോക്കൽ ഫുഡും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നല്ലൊരു സ്ഥലത്തിന് ഇവിടുത്തെ ആൾക്കാർ ഒരു വേസ്റ്റ് ബിൻ പോലെ ട്രീറ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. സീ ഫുഡിനൊക്കെ പേര് കേട്ട സ്ഥലമാണ്, പക്ഷേ അതിൻ്റെ മേലെ ഇങ്ങനെ ഈച്ചയൊക്കെ വന്നിരിക്കുന്നത് കണ്ടാൽ നമുക്ക് കഴിക്കാനേ തോന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും വരാം. അത്രയും അടിപൊളിയാണ് കേട്ടോ.